തെറ്റായൊരു കാര്യം പറയാം. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് പരാതിപ്പെട്ടു എന്ന് തെറ്റായിട്ടുള്ള വാർത്തയാണ് വന്നത്. തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയാണ് നിങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്നത്. 5 മണിക്ക് ആ യോഗം കഴിഞ്ഞ് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞങ്ങൾക്കറിയാം. എങ്ങനെ അറിയാം? നിങ്ങളെല്ലാം അറിയുന്നവരാണോ? എല്ലാം അറിയുന്നവരോ? അല്ല, ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങളെല്ലാം ഇങ്ങനെയാണ് നിങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു ആരോപണം സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. മന്ത്രിസഭയിലെ ഭിന്നതയാണ് ആ വിഷയം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും തദ്ദേശഭരണ വകുപ്പ് മന്ത്രിയുമാണ് മാധ്യമങ്ങളിലെ ഈ വ്യാജ ആരോപണത്തിലെ നായകന്മാർ. വ്യാജ ആരോപണമാണെന്ന് മുഖ്യമന്ത്രിയും പിന്നീട് വ്യവസായ മന്ത്രി വ്യക്തമായിട്ട് തെളിവടക്കം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെ മാധ്യമങ്ങൾ കണ്ട സമയത്ത് MP രാജേഷും മാധ്യമങ്ങളുടെ ഈ ആരോപണത്തിൻ്റെ മുന ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് തെളിവ് സഹിതം. 5 മണി വരെ മാത്രമായിരുന്നു യോഗം എന്നൊരു ചോദ്യം അതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. 5 മണിക്ക് ശേഷം യോഗമുണ്ടായിരുന്നു. യോഗത്തിൽ പങ്കെടുത്ത കാര്യം കൂടിയും മന്ത്രി വ്യക്തമായി പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. മാധ്യമങ്ങളുടെ ആ വ്യാജ ആരോപണത്തെ വ്യക്തമായിട്ട് മന്ത്രി മുനയൊടിച്ചു കൊടുക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. വസ്തുതാവിരുദ്ധമായ വാർത്ത രാവിലെ 2 ചാനലുകൾ കൊടുത്തു. പിന്നീട് ആ വസ്തുതാവിരുദ്ധ വാർത്ത മറ്റുള്ളവരും ആവർത്തിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ്, വസ്തുതാവിരുദ്ധമാണ്. അപ്പം അത്തരം വാർത്തകൾ ഒരന്വേഷണവുമില്ലാതെ കൊടുക്കുന്നത് അങ്ങേയറ്റത്തെ അന്യായമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ വരും എന്നുള്ളത് അറിയാം. അപ്പോൾ ഇതൊന്നും നിഷ്കളങ്കമായിട്ട് കൊടുക്കുന്നതല്ലല്ലോ, നിരുപദ്രവകരമായിട്ടും കൊടുക്കുന്നതല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷം ഇനിയും ഇത്തരത്തിലുള്ള പലതും പ്രതീക്ഷിക്കേണ്ടി വരും. അത് വാർത്ത കൊടുത്തവരല്ലേ പറയേണ്ടത്. വാർത്ത കൊടുത്തവരല്ലേ. അതാ പറഞ്ഞത്, തെറ്റായൊരു കാര്യം പറയാം. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് പരാതിപ്പെട്ടു എന്ന് തെറ്റായിട്ടുള്ള വാർത്തയാണ് വന്നത്. തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന മഴക്കാല തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച യോഗത്തിൽ, ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ റവന്യൂ മന്ത്രിക്കൊപ്പം ഞാൻ പങ്കെടുക്കുകയായിരുന്നു. ആ യോഗം തീർന്ന് വളരെ വൈകിയാണ്. ശരി, അല്ല, നിങ്ങൾ ഒരു കാര്യം പറയാനുള്ളൂ. ഇത്തരത്തിലുള്ള തെറ്റായ വാർത്ത ഓരോ ദിവസവും പാകം ചെയ്തെടുത്തിട്ട് അതുകൊണ്ട് ഈ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന രീതി നിങ്ങൾ തുടരും. ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താനൊന്നും പോകുന്നില്ല. അതിൻ്റെ ഭാഗമാണത്. ഞാൻ യോഗത്തിൽ പങ്കെടുക്കാന്ന് പറഞ്ഞു. മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെയാണ് നിങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്നത്. 5 മണിക്ക് ആ യോഗം കഴിഞ്ഞ് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞങ്ങൾക്കറിയാം. എങ്ങനെ അറിയാം? നിങ്ങളെല്ലാം അറിയുന്നവരാണോ? എല്ലാം അറിയുന്നവരോ? അല്ല, ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങളെല്ലാം ഇങ്ങനെയാണ് നിങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നത്. 5 മണിക്ക് ആ യോഗം തീർന്നില്ലല്ലോ. 6 മണി വരെ യോഗം നീണ്ടുപോയില്ലേ? ആ യോഗത്തിൽ പങ്കെടുത്ത ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ, അദ്ദേഹം അല്പം നേരത്തെ പോവുകയാണ് ചെയ്തത്. ഇത് റവന്യൂ വകുപ്പും തദ്ദേശ വകുപ്പും പ്രധാനമായിട്ടും നടപടി സ്വീകരിക്കേണ്ട ഒന്നായതുകൊണ്ട് ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു.